ഒരു മനുഷ്യൻ്റെ ആയുസ്സ് എത്ര കാലം ഉണ്ടാകും? അത്രയും കാലം നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പഴയ മുത്തശ്ശിമാർ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ മെത്തേഡ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഒരിക്കലും കേടുകൂടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. കമൻറ്റിലൂടെയാണ് ചോദിച്ചത്. പക്ഷേ കടയിൽ നിന്നും വാങ്ങുന്ന അച്ചാർ, കമ്പനികൾ ഉണ്ടാക്കുന്ന അച്ചാർ എന്തുകൊണ്ടാണ് പൂക്കാതെ വർഷങ്ങളോളം ഇരിക്കുന്നത്? അവർ കെമിക്കലുകൾ ചേർക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ യാതൊരു കെമിക്കലും ചേർക്കാതെ മാങ്ങയും നാരങ്ങയും നെല്ലിക്കയും പുളിഞ്ചിക്കയും ജാമ്പയ്ക്കയും ഒക്കെ ഇതേ രീതിയിൽ നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ, അതുമൂലം അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ വർഷങ്ങളോളം, മാസങ്ങളോളം നാരങ്ങയായാലും മാങ്ങയായാലും പുളിഞ്ചിക്കയായാലും നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കുക. കഴുകിയ ശേഷം വെള്ളം നന്നായിട്ട് തോർത്തിയെടുത്തതിന് ശേഷം വെള്ളം നനവില്ലാതെ വേണം നീളത്തിൽ അരിഞ്ഞെടുക്കാൻ. വെള്ളം നനവുണ്ടായാൽ വളരെ കുഴപ്പം തന്നെയാണ്. നീളത്തിൽ അരിഞ്ഞ ശേഷം ഈ മാങ്ങയോ നാരങ്ങയോ നെല്ലിക്കയോ, നാരങ്ങയാണെങ്കിൽ വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ അരിഞ്ഞത് എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, അതിലേക്ക് കല്ലുപ്പ് വേണം വിതറാൻ. പൊടിയുപ്പിൽ ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. കല്ലുപ്പ് ഉപയോഗിച്ച ശേഷം നന്നായിട്ട് വിരകി യോജിപ്പിച്ചെടുക്കുക. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ വളരെയധികം ചൂടാണ്. മനുഷ്യർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഉണക്കാൻ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിക്കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഉണക്കാൻ ആരംഭിക്കാം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല തുണിയോ അല്ലെങ്കിൽ നല്ല ചാക്കോ, ഈ അരി കിട്ടുന്ന വെള്ള ചാക്കുണ്ടല്ലോ അതുമല്ലെങ്കിൽ നീളത്തിനുള്ള ഷീറ്റോ അതെടുക്കുക. അരി വാങ്ങുന്ന ചാക്കാണെങ്കിൽ 2ആയിട്ട് പിളർന്ന ശേഷം നിവർത്തിയിട്ടാൽ മതി. അത്യാവശ്യം നല്ല നീളം കിട്ടിക്കൊള്ളും. അതിലേക്ക് ഈ ഉപ്പ് ചേർത്ത നാരങ്ങയോ നെല്ലിക്കയോ ജാമ്പയ്ക്കയോ പുളിഞ്ചിക്കയോ കാരക്കയോ എന്തുമായിക്കൊള്ളട്ടെ, ചക്കയായാലും കുഴപ്പമില്ല, വാരി വിതറുക. വാരി വിതറാൻ പറഞ്ഞ തറയിലേക്കല്ല, ചാക്കിലേക്കാണ്. വാരി വിതറിയ ശേഷം നന്നായിട്ട് പരത്തിയിടുക കൈകൊണ്ട് തന്നെ. ഈ വീഡിയോ കാണുന്നവർ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഇത് എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡല്ലേ, ഇത് നീ എന്താണ് കൂടുതലായിട്ട് ഇതിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്? മെത്തേഡിന് വ്യത്യാസമുണ്ട്. നമ്മൾ വെറുതെ വാരിയിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഉറപ്പായും പൂത്തു പോകും. പൂപ്പലടിച്ചുകൊണ്ട് തന്നെ ഉണങ്ങും. ഉണങ്ങില്ല എന്നാലും പറഞ്ഞില്ല, ഉണങ്ങും. അതിൽ ധാരാളം വിഷാംശമുണ്ടാകും. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന് നല്ല തരത്തിലുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. ഗ്യാസ് സംബന്ധമായ രോഗങ്ങളുണ്ടാകും. അസിഡിറ്റി ഉണ്ടാകും. എന്തിനാണ് നമ്മൾ പാഴ്വേല കാണിക്കുന്നത്? കഷ്ടപ്പെട്ട് ഇതുപോലെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ വൃത്തിയായി തന്നെ ചെയ്യണ്ടേ? ആ വൃത്തിയായി ചെയ്യുന്ന മെത്തേഡാണ്. യാതൊരു അസുഖവും വരാതെ തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാൻ കഴിയുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സാധാരണയായി ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ ഇതിൽ ഉപ്പിന് പകരം, ഉപ്പ് മാത്രമല്ല മസാലക്കൂട്ടും ചേർത്ത് വിരകി ഉണക്കാറുണ്ട്. മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ മുളക് പൊടി, കായം എന്നിവ. അവർ സവോളയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും പാചകത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അപ്പോൾ ഇങ്ങനെ മുളക് പൊടിയോ കല്ലുപ്പോ ഇതൊക്കെ വിതറി, മസാലക്കൂട്ട് വിതറി നന്നായിട്ട് ഉണക്കിയെടുക്കാറുമുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം കിട്ടുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടും ക്രഞ്ചി ആയിട്ടും കിട്ടുന്നതാണ്. നന്നായിട്ട് കഴിക്കാവുന്നതുമാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളിത് ഉണക്കിയെടുത്ത് അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ കേമമായിരിക്കും ചോറിൻ്റെ കൂടെ. ടാറ്റ. ഈസി ആയിട്ട് ആർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്ന കണ്ണിമാങ്ങ അച്ചാറിൻ്റെ മെത്തേഡാണ്. താല്പര്യമുള്ളവർ കാണുക. ടാറ്റ.